ചെറിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലേക്ക് എത്താം. ക്ഷേത്രത്തിന് മുന്നിലെ റോഡ് സൈഡിലെ പൂക്കടകളിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. തച്ചുശാസ്ത്ര വിധി പ്രകാരം കൃഷ്ണശിലയിൽ പണിതീർത്തതും മേൽക്കൂര ഇല്ലാത്തതുമായ ശ്രീകോവിലിലാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തിയായ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉപദേവതകളായ ഗണപതി, വീരഭദ്രൻ, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, ഖണ്ഡാകർണൻ, യക്ഷി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരെയും ഇവിടെ ആരാധിക്കുന്നു. ഇവിടുത്തെ നാഗരാജാവും നാഗയക്ഷിയും രാഹുദോഷങ്ങൾ, മംഗല്യദോഷങ്ങൾ എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുമെന്ന വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിന് സമീപം ആറാട്ടുകുളവും ആൽമരങ്ങളും പനകളും വിദ്യാലയങ്ങളും ഗുരുമന്ദിരവും എല്ലാമുണ്ട്. വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രവും കൊടുങ്ങല്ലൂർ കുരുംബ ഭഗവതി ക്ഷേത്രവും കോഴിക്കോട്ടെ പിഷാരിക്കാവും ഏതാണ്ട് ഒരേ കാലത്താണ് പണി കഴിപ്പിക്കപ്പെട്ടത്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഈ 3 ക്ഷേത്രങ്ങൾക്കും പ്രധാന സ്ഥാനമാണ് ഉള്ളത്. ഈ 3 ക്ഷേത്രങ്ങളും തുല്യ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇവയ്ക്ക് കടലുമായുള്ള അകലവും തുല്യം തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് കൂനമ്പായിക്കുളത്തും കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ഞാനിപ്പോൾ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഇടത് സൈഡിലായി മാടൻ സ്വാമിയുടെ ചെറിയൊരു ക്ഷേത്രം കാണാം. ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത്. വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലെ പ്രധാന പൂജയാണ് കാര്യസിദ്ധി പൂജ. സമൂഹ പ്രാർത്ഥനയോടുകൂടി നടത്തപ്പെടുന്ന ഈ പൂജയുടെ പേരിലാണ് ക്ഷേത്രത്തിന് പ്രസിദ്ധിയും. എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് കാര്യസിദ്ധി പൂജ നടത്തുന്നത്. തുടർച്ചയായി 21 ആഴ്ച ഈ പൂജ നടത്തിയാൽ മനസ്സിലെ ആഗ്രഹം സാധിക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. കാര്യസിദ്ധി പൂജയ്ക്കായി സമീപ ജില്ലകളിൽ നിന്നുവരെ നിരവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. ഇനി ഇവിടുത്തെ ചരിത്രം എന്താണെന്ന് നോക്കാം. കൂനമ്പായിക്കുളത്തെ ദേവീ സാന്നിധ്യത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ചേരന്മാരുടെ യുദ്ധദേവതയായിരുന്ന കൊറ്റവയ്യുടെ മേൽക്കൂരയില്ലാത്ത ക്ഷേത്രമായിരുന്നു ഇവിടം. പിന്നീടുണ്ടായ തകർച്ചയ്ക്കും ആക്രമണങ്ങൾക്കും ശേഷം ഇത് പനങ്കാവ് ക്ഷേത്രം എന്നറിയപ്പെട്ടു. വേണാട്ട് രാജാക്കന്മാരുടെ പരദേവതയായിരുന്നു പനങ്കാവമ്മ. അന്ന് കൊല്ലം പട്ടണത്തിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് പനങ്കാവിലമ്മയെ തൊഴുതുകൊണ്ടായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമായി പനങ്കാവ് കോട്ടയും കൊട്ടാരവും കടലിനാൽ ചുറ്റപ്പെട്ടുണ്ടായിരുന്നു. AD 1681 ഡച്ചുകാരുടെ ആക്രമണത്തിൽ ഈ ക്ഷേത്രം തകർന്നുപോയി. എങ്ങനെയോ കടലിൻ്റെ ഭാഗവും വറ്റിമാറി. വർഷങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്ത് ഭദ്രകാളിയുടെ ഒരു കാവ് നിർമ്മിക്കപ്പെട്ടു. പനങ്കാവ് എന്നായിരുന്നു അതിൻ്റെ പേര്. അനേകം വർഷങ്ങൾക്ക് ശേഷം ഇത് പുതുക്കിപ്പണിഞ്ഞാണ് ഇന്നത്തെ ക്ഷേത്രമായത്. ഡച്ചുകാരുടെ ആക്രമണത്തിന് ശേഷം നിർമ്മിക്കപ്പെട്ട കാവിന് മുന്നിൽ വിശാലമായ ഒരു കുളം ഉണ്ടായിരുന്നു. കൂരമ്പ എന്നും അറിയപ്പെട്ടിരുന്ന ഭദ്രകാളിയുടെ ഈ കാവ് അങ്ങനെ കൂരമ്പക്കാവ് കുളം എന്ന് വിളിക്കപ്പെട്ടു. കാലാന്തരത്തിൽ കൂരമ്പക്കാവ് കുളം എന്നത് കൂനമ്പക്കാവ് കുളം എന്നും പിന്നീട് ഇത് കൂനമ്പായിക്കുളം ആയി മാറിയെന്നും കരുതപ്പെടുന്നു. കൊല്ലത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഇവിടം. AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. അക്കാലത്ത് കൊല്ലം നഗരത്തിന് അടിക്കടി ഉണ്ടാകുമായിരുന്ന ആക്രമണങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പരിഹരിക്കുന്നതിനായി ചേര രാജാവായിരുന്ന കുലശേഖര രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ചൈനയിലെയും ലങ്കയിലെയും ഭരണകൂട പ്രതിനിധികളെയും രാജാക്കന്മാരെയും പങ്കെടുപ്പിച്ച് ഒരു മഹാജ്യോതിഷ സമ്മേളനം കൊല്ലത്ത് പനങ്കാവിൽ നടന്നു. ആ സമ്മേളനത്തിൽ വെച്ച് ദേവീകോപത്തിന് പരിഹാരമായി പനങ്കാവിന് സമീപം ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനമായി. അങ്ങനെ നിർമ്മിച്ച ക്ഷേത്രം അയത്തിൽ ശ്രീ ഇണ്ടിളയപ്പൻ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമാണെന്ന് കരുതുന്നു. അങ്ങനെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയ AD 825 ചൈത്രമാസം 1-ാം തീയതിയിൽ ഒരു പുതുവർഷം ആരംഭിക്കുവാനും തീരുമാനിച്ചു.
അങ്ങനെ കൊല്ലം പട്ടണത്തിൽ തുടങ്ങിയ പുതുവർഷം കൊല്ലവർഷമായി. എല്ലാ വർഷവും മേടം 1-ാം തീയതി സൂര്യൻ പനങ്കാവിന് നേർമുകളിൽ 90 ഡിഗ്രി കോണളവിൽ എത്തുന്നത് ഇത് ശരിവയ്ക്കുന്നു. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയാം. ചിലപ്പതികാരം കഥയുമായി സാദൃശ്യമുള്ള ഐതിഹ്യമാണ് ഇവിടുത്തേത്. ഭദ്രകാളി ദാരിക നിഗ്രഹത്തിന് ശേഷം ശിവന്റെ താൽപ്പര്യത്തിൽ ഒരു പെൺകുഞ്ഞായി ജന്മമെടുത്തു. ആ കുട്ടിയെ വളർത്തിയത് തെക്കൻ കൊല്ലത്തെ നാരായണർ ആയിരുന്നു. ദേവിയുടെ സാന്നിധ്യം കൊല്ലത്തിൻ്റെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിച്ചു. വടക്കൻ കൊല്ലത്തെ അഥവാ കോഴിക്കോട്ടെ പാലകൻ ദേവിയെ വിവാഹം ചെയ്തു. വ്യവഹാരത്തിനായി പാലകൻ പാണ്ഡ്യനാട്ടിലെത്തി. അവിടെ പാണ്ഡ്യ രാജാവ് തൻ്റെ ഭാര്യയുടെ ചിലമ്പ് പാലകൻ മോഷ്ടിച്ചു എന്ന് വരുത്തി തീർത്തു. അങ്ങനെ മോഷണക്കുറ്റം ചുമത്തി നിരപരാധിയായ പാലകനെ വധിച്ചു. തൻ്റെ ഭർത്താവിനെ കൊന്നതിന് പ്രതികാരമായി ദേവി രാജാവിനെയും രാജ്യത്തെയും നശിപ്പിക്കുന്നു. തുടർന്നുണ്ടായ ഭക്തി നിർഭരമായ സംഭവങ്ങൾക്ക് ശേഷം അവസാനം കൊടുങ്ങല്ലൂരിൽ കുടിയിരുന്ന് ദേവിയുടെ അവതാരം പൂർത്തിയാക്കി. വിശാഖം നാളിൽ സുമേഷ് എന്ന സന്താനം നാഗരാജാവ് നാഗയക്ഷിയമ്മ ദേവിന് മുൻപാകെ ശാരദ കൈലാസ വീണ വായിപ്പിച്ച് ദോഷങ്ങൾ ഒഴിക്കും. സന്തതിയുടെ ദോഷങ്ങൾ ഒഴിയണേ, ദുരിതമതീരണേ, തീരാതെയുള്ള മഹാവ്യാധികൾ ഒഴിയണേ. ഉന്നമായി കുടികൊണ്ട വെട്ടിക്കൂട്ട് ശ്രീ നാഗരാജസ്വാമിയും വീണസുരം കേട്ടും സാധിക്കണം. നെല്ലും പൊന്നുമേ വർധനം ഉണ്ടാകണേ, അഴകുമായി സുന്ദർപ്പനി ഉണ്ടാകണേ, അന്യരോഗങ്ങളെ തീർത്തിരക്ഷിക്കണേ. ഭക്തനും രാജസേവകനുമായ ഒരു കാരണവർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്ന് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ആനയിച്ച് കൊണ്ടുവന്ന് മണ്ണ് കൂട്ടി പീഠമുണ്ടാക്കി പച്ചക്കൊട്ടിൽ കെട്ടി അതിൽ കൊടുങ്ങല്ലൂർ ഭദ്രകാളിയെ കുടിയിരുത്തി ആദരിച്ചു. അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചൈതന്യം കുടികൊള്ളുന്ന കൂനമ്പായിക്കുളം ക്ഷേത്രം വിശാലമായ മണൽപ്പരപ്പിൽ നാടിന് ഐശ്വര്യവും ശാന്തിയും നൽകി നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഇവിടെയുണ്ടായിരുന്ന കൂരമ്പക്കാവ് പലതവണ പുതുക്കി പണിഞ്ഞാണ് ഇന്നത്തെ വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രമായി മാറിയത്. ഏറ്റവും ഒടുവിൽ 2017 ഫെബ്രുവരി 9 ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും പുതിയ ശ്രീകോവിലിൻ്റെയും സമർപ്പണം നടന്നു. കൊല്ലം വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ചരിത്രവും ഐതിഹ്യവുമെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂനമ്പായിക്കുളത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അടുത്ത് കാട്ടിൽ മേക്കേതിൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളുമായി ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.